കോഴിക്കോട് സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കാണും. നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് വെച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു എഡേല ഹോട്ടലിൽ അത്യാവശ്യം നല്ല ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് കിട്ടി. അപ്പം നല്ല അടിപൊളി പഴംപൊരിയും ബീഫും ആയിരുന്നു, ചായയും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ അടുത്തുള്ള ഒരു മോസ്കിലേക്കാണ് നമ്മൾ പോയത്. മുസ്ലിംസ് അകത്തൊന്നും കയറ്റിയില്ല. അതിനുശേഷം നമ്മൾ ചെന്നത് നേരെ എന്ത് ചെയ്തു, നമ്മൾ നേരെ ആ ഒരു സ്ക്വയർ ഉണ്ട്, അവിടെ സ്ക്വയറിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ 2 മണിക്ക് ശേഷം മാത്രമേ അവിടുത്തെ ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആരും നേരത്തെ പോകണ്ട. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. സ്ട്രീറ്റ് ഷോപ്പ് എല്ലാം ഓപ്പണായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയം. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു എല്ലാം. അത്യാവശ്യം നമ്മുടെ കൊച്ചി വെച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വിഷു ഒക്കെ കഴിഞ്ഞിട്ടായതുകൊണ്ട് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ പറഞ്ഞേക്കാം. അടിപൊളി ഷോപ്പായിരുന്നു. ഞങ്ങൾ നേരെ റഹ്മത്ത് ഹോട്ടലിലാണ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയത്. പക്ഷെ നമ്മൾ ഹൈപ്പിന് അത്രയും ഒരു ബിരിയാണി അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു. അധികം സണ്ണും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ നോർമൽ ഒരു മൂടി ടൈപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഐശ്വര്യത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് അവൾ കഴിച്ചില്ല, ഞാൻ മാത്രമേ ഒരെണ്ണം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് ചെയ്തു തന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് ഓക്കെ ടൈപ്പായിരുന്നു ഐശ്വര്യത്തിൽ. അതിനുശേഷം നമ്മൾ നേരെ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ചെന്നത് കല്ലുമ്മക്കായയും അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ കാടമുട്ട അതും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് പോകണമെങ്കിൽ ഗണേഷ് കൂൾ ബാർ ഇവിടെ പോയിട്ട് നിങ്ങൾ ഷേക്ക് എന്തായാലും കഴിക്കണം. അഫോർഡബിൾ ആണ്. ഒരു 60, 70, 80 ആ ഒരു റേഞ്ചുള്ളൂ ഷേക്കിനെങ്കിലും. നല്ല അടിപൊളി തിക്ക് ഷേക്ക് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയത്. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത ട്രെയിനൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, വലിഞ്ഞ് കയറിയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ രാത്രി ഒരു 12:30 ആയപ്പോഴത്തേക്കും എറണാകുളത്ത് എത്തി. അപ്പോൾ കോഴിക്കോട് സീരീസ് കഴിയുവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.